ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഓപ്ഷൻ വൈസ് പോകാം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, 20 സെക്കൻഡിന് താഴെ ഇത് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ വൈസ് പോകുമ്പോൾ ഇവിടെ 2 ചെറിയ സൈഡ് എടുത്തോളാം. ഇവിടുത്തെ 2 ചെറിയ സൈഡ് 3ഉം 4ഉം ആണ്. 3ഉം 4ഉം കൂട്ടുമ്പം എത്രയാണ്? 7 വരുന്നത്. 7 എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററിനേക്കാളും വലുതായതുകൊണ്ട് ഈ ട്രയാങ്കിൾ പോസിബിളാണ്. അതുപോലെ 1, 2 എടുക്കുക, 3 കിട്ടും. മൂന്നാമത്തെ ആ സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 3 = 3. ശരിക്കും പറഞ്ഞാൽ ഈ 3നേക്കാളും വലുതാവണം ഈ 2 സൈഡും. അപ്പം ഈ ട്രയാങ്കിൾ പോസിബിൾ അല്ല. അതുപോലെ ഇവിടെ 5 4 9 9 എന്ന് പറയുന്നത് > 6 ആണ്, പോസിബിളാണ്. അപ്പോൾ ഇതും പോസിബിളാണ്. 3 2 5 എന്ന് പറയുന്നത് 4നേക്കാൾ വലുതാണ്, ഇതും പോസിബിളാണ്. ഇനി ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ തിയറത്തിൻ്റെ പേര് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി തിയറം എന്ന് വെച്ചാൽ, ഇപ്പം ആ ഏറ്റവും വലിയ സൈഡ് നമ്മൾ 10 സെൻറ്റിമീറ്ററായിട്ട് എടുത്തു. പിന്നെ നിങ്ങൾക്ക് 2 കമ്പും കഷ്ണം തരിക. അതായത് ഒന്ന് 5 സെൻറ്റിമീറ്ററിൻ്റെയും മറ്റേത് 3 സെൻറ്റിമീറ്ററിൻ്റെയും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ആംഗിൾ വരുമല്ലോ. ഇവിടെ വരുന്ന മാക്സിമം ആംഗിൾ എത്രയാണ് വരാൻ പറ്റുന്നത്? ഇവിടെ അങ്ങനെ താഴോട്ട് വന്ന് വേണം 180 വരാൻ പറ്റില്ല. കാരണം 179 വരെ വരാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180. അപ്പം ഈ ഒരു സൈഡ് എന്തായാലും 180 വരത്തില്ല, 179 വരെ വരാൻ പറ്റുവാണെങ്കിൽ. അപ്പം 179 വരെ വന്നാൽ പോലും 5ഉം 3ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 8 വരുന്നുള്ളൂ. അതായത് ഈ സൈഡ് ഇവിടെ എത്താതെ പോകും. അതായത് ഇവിടെ ഞാനിവിടെ 179, അതായത് ഇവിടെ 179 ഡിഗ്രി ഇട്ടെന്ന് പറഞ്ഞാലും ഈ 5ഉം 3ഉം കൂടെ കൂട്ടിയാൽ 8 വരത്തുള്ളൂ. 8 വരത്തില്ല ശരിക്കും പറഞ്ഞു. അപ്പം എന്താണ് വേണ്ടത്? ഈ 10 സെൻറ്റിമീറ്ററിനേക്കാളും കൂടുതൽ വേണം. അതേ ഇവിടെ ഉദ്ദേശിച്ചുള്ളൂ. അതാണ് നമ്മൾ ഈ തിയറൊന്നും ഇല്ലാതെ ജസ്റ്റ് അത് കൂട്ടി പറഞ്ഞു. പരീക്ഷയ്ക്ക് നമ്മൾ കൂട്ടുമ്പോൾ അത് കൂട്ടി ചെയ്യുന്ന എളുപ്പം. ഇതൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു.